ദേശാഭിമാനി മുഖപ്രസംഗം 2024 നവംബർ 30. സംഭൽ അജ്മീർ കേസുകൾ സമാധാനം തകർക്കാൻ. രാജ്യത്ത് മതസൗഹാർദ്ദവും സമാധാന ജീവിതവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ സംഭൽ മസ്ജിദ് അജ്മീർ ദർഗ കേസുകൾ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലെ സംരക്ഷിത ചരിത്ര സ്മാരകമായ സംഭൽ ഷാഹി ജുമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന സംഘപരിവാർ അവകാശവാദമാണ് കേസിനും സംഘർഷത്തിനും പോലീസ് വെടിവെപ്പിനും 5 പേരുടെ മരണത്തിനും ഇടയാക്കിയത്. സൂഫി ആചാര്യൻ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗയ്ക്ക് മേലും സംഘപരിവാർ സമാനമായ വാദം ഉയർത്തുന്നു. അജ്മീർ ദർഗയിൽ സർവേ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് സംഘപരിവാറിൻ്റെ സജീവ പ്രവർത്തകൻ വിഷ്ണു ഗുപ്തയാണ്. സംഘപരിവാറിൻ്റെ കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം വിപുലീകരിക്കുകയാണ്. അതോടൊപ്പം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേരിട്ട തിരിച്ചടി മറികടക്കാൻ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്തുകയെന്ന തന്ത്രവും പയറ്റുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണമുണ്ടായി. ഇപ്പോൾ നടന്ന ജാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ വർഗീയ വിദ്വേഷ പ്രചാരണമാണ് BJP നേതാക്കൾ നടത്തിയത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ക്ഷീണം സംഭവിച്ചിരുന്നു. ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളും വീണ്ടും സജീവമായി സംഘപരിവാർ ഉയർത്തുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഒത്താശ ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ VHP വിളിച്ച യോഗത്തിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളിൻ്റെ പങ്കാളിത്തം. വാരാണസി, മധുര കേസുകളും വഖഫ് ഭേദഗതി ബില്ലും ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ മുൻ ജഡ്ജിമാരും പങ്കെടുത്തിരുന്നു. ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കൽ, മതം മാറ്റം, ഗോഹത്യ തുടങ്ങിയ വിഷയങ്ങൾ യോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് VHP വക്താക്കൾ വിശദീകരിക്കുകയും ചെയ്തു. VHP നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുന്നതിൻ്റെ ദൃശ്യം പരസ്യപ്പെടുത്താനും മന്ത്രി മേഘ്വാൾ തയ്യാറായി. രാജ്യത്താകെ പല പള്ളികളും മസ്ജിദുകളും മുമ്പ് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നുവെന്ന് സംഘപരിവാർ അനുകൂലികൾ പ്രചാരണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതികളിൽ കേസുകൾ എത്തിക്കാനാണ് ശ്രമം. സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക സംഘടനകൾ വഴിയാണ് ഈ തന്ത്രം നടപ്പാക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി വേഗത്തിൽ നീങ്ങുന്നു. ബാബറി മസ്ജിദ് കേസിൽ 2019 സുപ്രീം കോടതി വിധിയെ നീതിയുക്തമായ തീർപ്പ് എന്നതിലുപരി രാജ്യത്ത് മതസൗഹാർദ്ദവും സമാധാനവും സംരക്ഷിക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് പൊതുസമൂഹം കണ്ടത്. ആരാധനാലയങ്ങളെ ചൊല്ലി ഇത്തരം അവകാശവാദങ്ങളും തർക്കങ്ങളും സംഘർഷങ്ങളും ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ 1991 പ്രത്യേക നിയമവും കൊണ്ടുവന്നു. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷ ശക്തികൾ സ്വീകരിച്ച ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരാധനാലയങ്ങൾ നിയമം. ആരാധനാലയങ്ങളുടെ ആഗസ്റ്റ് 15 തൽസ്ഥിതി സംരക്ഷിക്കാനുള്ള നിയമത്തിൽ നിന്ന് ബാബറി മസ്ജിദിനെ മാത്രമാണ് ഒഴിവാക്കിയത്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ അവകാശവാദങ്ങളുടെ പേരിൽ ഉയർന്നുവന്ന സംഭാൽ മസ്ജിദ്, അജ്മീർ ദർഗ കേസുകൾ ഈ നിയമത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. വാരാണസി ജ്ഞാൻവാപി മസ്ജിദിൽ സർവേ ആവശ്യപ്പെട്ടുവെന്ന ഹർജിയിൽ സുപ്രീം കോടതി എടുത്ത നിലപാടാണ് വീണ്ടും സമാനമായ കേസുകൾക്ക് കാരണമായതെന്ന പരാതി പൊതുവെ ഉയർന്നിട്ടുണ്ട്. 1991 ആരാധനാലയ നിയമം 2019 സുപ്രീം കോടതിയും ശരിവെച്ചതാണ്. ഈ നിയമം നടപ്പാക്കാനായാണ് നീതിന്യായ സംവിധാനം നിലകൊള്ളേണ്ടത്. അതിനാൽ സംഭൽ മസ്ജിദ്, അജ്മീർ ദർഗ നിയമ നടപടികൾ ഉടൻ അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി ഇടപെടണം. സംഭാൽ മസ്ജിദ് കമ്മിറ്റിയുടെ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സമാധാനവും മൈത്രിയും നിലനിർത്തണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ആവശ്യപ്പെട്ടതും ആശ്വാസകരമാണ്.